നടക്കുന്ന ലക്ഷണമാണല്ലോ. ശരിയാണ്. കാനക്കര, നീ ആ അമ്പലമറവിൽ നിന്ന് ചെവിത്തോണ്ടിയിട്ട് ഒരു പിടി പിടിച്ചാൽ ആരോ മുന്നിൽ താഴെ കിടക്കണം. എല്ലാം ഞാൻ ഏറ്റിടണ്ട. മഹാരാജാവേ, ആനെ ആരോ നൊമ്പരപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും ആനപ്പുറത്ത് കയറാൻ ഞാൻ തയ്യാർ. ശാന്തരാകുവിൻ, ശാന്തരാകുവിൻ. ആനപ്പുറത്ത് കയറി അമ്പലത്തിൽ 3 പ്രദക്ഷിണം വയ്ക്കാതെ നിലത്ത് വീണത് നേരെ. നല്ല മുഹൂർത്തം നോക്കി ഇനിയും ആനപ്പോര് നടത്തും. ഇന്നേക്ക് ഇത് അവസാനിച്ചിരിക്കുന്നു. ആനയെ നൊമ്പരപ്പെടുത്തിയത് ആരെന്ന് നാം അന്വേഷിക്കും. ആരോ കൊണ്ട് നിരാശപ്പെടേണ്ട, എല്ലാ കാര്യവും ഈ കോലാല് നേരെയാക്കാം. രാജകുമാരിയും കൊണ്ടല്ലാതെ മാധു വീട്ടിലേക്ക് മടങ്ങില്ല. ഭയപ്പെടേണ്ട, എല്ലാരും എന്റെ വീട്ടിലോട്ട് വരീൻ. ഒരു വാരുമുണ്ണി. കളരി ദൈവങ്ങളെ, ആനയെ മയക്കുന്ന അരിങ്ങോട് അപ്പൂപ്പ, ഞങ്ങളുടെ അച്ഛനെ കൊന്ന ശത്രുക്കൾ ഇതാ കയ്യിൽ വന്നിരിക്കുന്നു. എല്ലാം തന്ന് അനുഗ്രഹിക്കുന്ന അമ്മേ, മാറ്റാന്റെ കഴുത്തറ്റി വീഴാൻ ഈ വാൾ അനുഗ്രഹിച്ചു തരും. അറിഞ്ഞുകൊള്ളാം നിങ്ങൾ. നാരായണ വിഴിഞ്ഞ കണക്ക് നിൽക്കുന്നത് വാക്കുറന്ന് ചൊല്ലേൻ. പലതും അറിഞ്ഞു. വടത്തനാട്ടിൽ നിന്നും 2 പീറച്ചേകവന്മാർ ആനയോട്ടത്തിന് ഇറങ്ങിയത് അറിഞ്ഞൂടാ. കേട്ടറിഞ്ഞു. എങ്കിൽ കോളശ്രീ നാട്ടിൽ നിന്നും പുത്തൂരം വീട്ടിൽ ചെന്നൂടാനുണ്ടും. നമ്മുടെ കോട്ടവാതിലൂടെ കടന്നാൽ 2ന്റെയും തലയറ്റി കിടക്കണം. നമുക്കത് കാണണം. അടവും തൊഴിലും പഠിച്ച കൂട്ടർ പല വേഷത്തിലും വരും. കരുതിയിരുന്നോളി. ഇല്ല, ഈ കോട്ടവാതിൽ നാണി, ദുർഗാഷ്ടമി നാളിൽ കാവിൽ പ്രത്യേക പൂജയും പുഷ്പാർച്ചനയും നേർന്നിരിക്കുന്നു. കിട്ടാവുന്നത്ര പൂക്കൾ ഇവിടെ എത്തിക്കണം. ക്ഷമിക്കണം കുമാരി, അസ്തരയ്ക്ക് കിട്ടുന്ന പൂക്കൾ മുഴുവൻ മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് അടിയൻ ഏറ്റുപോയി. പുളിക്കൂനൂർ തമ്പുരാന്റെ വീട്ടിൽ കുടിയിരിക്കുന്ന ആരോമലുണ്ണി തമ്പുരാൻ തൃപ്പങ്കോട്ടപ്പന്റെ കോവിലിന് ചുറ്റും പൂക്കളം നിറഞ്ഞേക്കുന്നു. സത്യമാണോ പൂക്കാരി? അതെ കുമാരി, ആനപ്പൂര് നടത്തി കൊടിയും കുത്തി കുമാരിയെയും കൊണ്ടല്ലാതെ നാട്ടിലേക്കില്ലെന്ന് ശപഥം ചെയ്യുന്നത് അടിയന്റെ ചെവിക്ക് കേട്ടു. നാണി, അവരെ കണ്ണും വരെയോ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. ചുണ്ടുവിടരെ ഒന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ല. നീ ഇവിടെ നിൽക്കേ, ഞാനൊരു ഓല തരാം. കൊണ്ടുപോയി കൊടുക്കാമോ? കൊടുക്കാൻ കുമാരി. ഞങ്ങളിവിടെ താമസിക്കുന്നത് കൊണ്ട് വല്ല വിഷമമുണ്ടോ കോനോർക്ക്? എന്ത് വിഷമം? തമ്പിക്കുട്ടി ഇങ്ങോട്ട് പട നയിക്കുമെന്നാണ് അറിയുന്നത്. പല തമ്പിക്കുട്ടിക്ക് മാത്രമല്ല, തമ്പിക്കുട്ടിയുടെ അച്ഛൻ ചന്തുവും അപ്പൂപ്പൻ അരിങ്ങോട് വിചാരിച്ചിട്ടും ഈ ഉണിക്കോടുടെ അടുത്ത് ഒഴിഞ്ഞൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ചേടാ, ഇങ്ങനെ ഒരു പടയുണ്ടോ? ചേടാ, പട മേടിച്ചു പന്തളത്തി എന്നപ്പോ പമ്പം കുത്തിപ്പട, പട പട പപ്പട. ചതിയിലാണെങ്കിലും ആനപ്പോരിൽ തോറ്റത് ഉണ്ണിയാർച്ചം അറിയും. തോറ്റേച്ച് കുടിയിലേക്ക് ചെന്നാൽ അതെനിക്കറിയാം പാണനെ. രാജകുമാരിയും കൊണ്ടല്ലാതെ ഞാൻ വീട്ടിലേക്ക് മടങ്ങില്ല. ആരോമണി, എന്റെ മനസ്സിലും ഒരു കൂനാക്കുരുക്ക് വീണിരിക്കുന്നു. ചേരിലല്ലേ താമര വളരൂ. തമ്പിക്കുട്ടിയുടെ നേർ പെങ്ങൾ മാക്കം എന്റെ മനസ്സിൽ നിന്ന് മായണില്ല. അവളെയും കൊണ്ടല്ലാതെ കോലശ്രീ നാട്ടിൽ നിന്ന്
ഞാൻ മടങ്ങുകയില്ല. കേശു, മാധു, നിന്റെ ആശാന്റെ കുരുക്കൊരു കുരുക്കാണല്ല. അതൊരു കൂനാ കുരുക്ക. കുരുക്ക് കുരുക്ക് മറ്റൊരു കുരുക്ക് വിളിക്കുന്നു. രാജകുമാരി ഒരുപാട് തന്നയച്ചു. എന്തോ ഒരു ഗന്ധം, ഗന്ധകത്തിന്റെ ഗന്ധം. പൂവിലെ ജനിച്ച്, പൂവിലെ വളർന്ന്, പൂവിലെ മരിച്ച പൂവേ, ഇതിലും വലിയ പൂവുണ്ടോ? പൂവേ, നല്ല പൂവേ, വെള്ളത്താമര പൂവേ, ആരോടും ചൊല്ലാതെ പൂ പറിച്ചത് ആരെ? യക്ഷിയോ, പക്ഷിയോ, പങ്കജാക്ഷിയോ? എന്തു പറ്റി? എന്തിനാ നാണിപ്പെണ്ണെ കരയുന്നത്? എനിക്കിങ്ങനെ ഒരു ഗതി വന്നല്ലോ. എനിക്കിതുവരെ ആരും പണം വരാത്തത് കൊണ്ടല്ലയോ എന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നത്. ആര് പറഞ്ഞ് കളിയാക്കുന്നത്? ഞാൻ തരാം, ഞാനും തരാം പുടവ, രണ്ടുപേരും തരാം പുടവ. കണ്ടോ, പുടവ അഴിച്ച് കാണിച്ചപ്പോ ചിരി പിടർന്ന് 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 വരുന്നു കേട്ടോ. അയ്യോ, എന്നെ കണ്ടി ചിരിക്കുന്ന കേട്ടോ. നാളെ എന്തോ ഇവർക്ക് പൂവുള്ളാൻ കൊണ്ടുണ്ടായിട്ടാണോ അതോ ഇവരെ കൊണ്ട് വിളിക്കാൻ നിനക്ക് കൊണ്ടുണ്ടായിട്ടാണോ? വാഴുന്നവരെ, പൂവല്ലേ, കണ്ടാൽ ആരും ഒന്നും ഉള്ളിപ്പോകും. സന്തോഷം. കൊട്ടാരത്തിൽ രാജകുമാരിക്ക് ഇന്ന് പ്രത്യേകം പൂജയുണ്ട്. അതിന് കൂടുതൽ പൂ വേണമെന്ന് അറിയിച്ചു. അതുകൊണ്ടാണ് ഇവരെ കൂടെ വിളിച്ച് നുള്ളിച്ചത്. സന്തോഷം. പക്ഷേ നുള്ളിക്കോ ഒരു കാര്യം പറഞ്ഞേക്കാം, മുട്ട് മാത്രം എടുത്തെടുക്കരുത് കേട്ടോ. ഞങ്ങളെ കൊച്ചുങ്ങളല്ല വാഴുന്നവരെ, പൂവും മുട്ടും കണ്ടാ തിരിച്ചറിയാം. സന്തോഷം. നാനി, എന്തോ ഇനിയും പൂവിന് ആവശ്യം വരുമ്പോ നുള്ളാൻ നീ എന്നെയും വിളിക്കരുത് കേട്ടോ. എനിക്ക് വയസ്സായിപ്പോയി. ഇല്ലേ? സന്തോഷം.